കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അനുമോൾ ഇപ്പോൾ പ്രദീപായിട്ടാണ് കമ്പനി. അതിനകത്തൊരു ചെറിയ ട്രോളും വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷാനവാസും അക്ബറും ഒറ്റേ സാബ്മോനോട് ചോദിക്കണ്ടായിരുന്നു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ. അത് പ്രേക്ഷകർ തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ട്രോളാണ്. ഇല്ല, അതിന് പ്രദീപ് ശ്രമിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഒരു ലവ് ട്രാക്ക് സംഭവങ്ങൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ലവ് ട്രാക്കേ ഇല്ല. ഗിസയിലും ആര്യനാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം അനുമോള് പ്രദീപായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഒരിക്കലും ഒരു ലവ് ട്രാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷെ അത് അനുമോൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷെ സീസൺ 5 നിന്നൊക്കെ ഭയങ്കര പുരോഗമന ചിന്തക്കാരായിട്ടുണ്ട്. സീസൺ 7 ആയപ്പോഴേക്കും അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഈ ഓവർ തിങ്കിങ് തന്നെയാണ് ഗിസയിലും ആര്യനായിട്ടുള്ള വിഷയത്തിലും വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ വീഡിയോ കാണിച്ചതിൽ അച്ഛൻ ഓക്കെയല്ല, ചേച്ചി ഓക്കെയല്ല, അമ്മയെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി സംസാരിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സംസാരം, ഞാൻ കാരണമാണ് അവർക്ക് കരച്ചിൽ വന്നത്, ഞാൻ കാരണമാണ് അവർ തലകുനിക്കേണ്ടി വന്നത്. അപ്പോൾ പ്രദീപ് പറയുന്നുണ്ട് ലൈക്ക് അവർക്ക് വാക്ക് കൊടുത്താണ് ഞാൻ കാരണം തല കുനിക്കേണ്ട വരില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓവർ തിങ്കിങ് വിഷയമാണ് ഇതിന്റെ അകത്തും ആ ഒരു ആരെയും ഗിസയിലായിട്ടുള്ള വിഷയത്തിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിനെ പോലും ഒറ്റ സെക്കൻഡ് കൊണ്ട് അതിന് തിരിച്ചു. കാരണം പ്രേക്ഷകർ വരെ അത് മുക്കിയതാണെങ്കിലോ, ലൈവിലെ ആ ഒരു സംഭവം മുക്കിയതാണെങ്കിലോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ സായിയുടെ വൈഫും വന്ന് സ്മൂച്ച് ചെയ്തപ്പോൾ അത് കാണിച്ചു. അതേപോലെ നമ്മുടെ ഗിസയിലല്ല നമ്മുടെ ആദിൽ നോറ ഉമ്മാച്ചപ്പോൾ അത് കാണിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതും എന്തുകൊണ്ട് കാണിച്ചൂടാ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസേലിന് വേറൊരു ലൈഫോ കമ്മിറ്റ്മെന്റോ ഹസ്ബൻഡോ ഒന്നുമില്ല, ആര്യനും വൈഫോ ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് അവർ ഈ ഒരു സംഭവം മുക്കണം എന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തിന് ഈ സാധനം ഹൈഡ് ചെയ്യണം? പലരും ചോദിക്കുന്നുണ്ട് അത് ലൈവില് കട്ട് ചെയ്താണെങ്കിലോ എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ചെയ്യുമ്പോൾ അത് ആഹാ, ഇഷ്ടമില്ലാത്ത വ്യക്തി ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനെ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുക. അങ്ങനെ ഒരു വൃത്തികെട്ട ക്യാരക്ടറുള്ള ചില പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്നുണ്ട്. അത് ഭയങ്കര മോശം തന്നെയാണ്. ഇഷ്ടമുള്ളവർ എന്ത് ചെയ്താലും അടിപൊളി, ഇഷ്ടമില്ലാത്തവർ നല്ല ചെയ്താലും ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി. സോ അങ്ങനെ ബിഗ് ബോസിന് അതൊരു കണ്ടന്റ് ആണ്. അവർക്ക് ഒരിക്കലും അതിന് മുക്കേണ്ട കാര്യമില്ല. ഉമ്മ അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇതും ഓവർ തിങ്ക് ചെയ്താണ് പാരന്റ്സിന്. അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു ഫേക്ക് അലിഗേഷൻ പറഞ്ഞിട്ട് അതല്ലെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ ഗിൽറ്റി ഫീൽ എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു കോംബോ ആയിരിക്കും ആ സംഭവം. ആള് നല്ലൊരു അടിപൊളി ഫേക്ക് ഗെയിമർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ സ്ക്രിപ്റ്റ് ഇടണം എന്നുള്ളത് അനുമോൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇതിനകത്തുള്ള എനിക്ക് ഫീൽ ചെയ്തത് എന്റെ അച്ഛൻ അമ്മയൊക്കെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പലരും ഭയങ്കരമായിട്ട് സംസാരിക്കുമെങ്കിലും ക്യാമറ ഓൺ അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ, ഈവൻ ഫോൺ ക്യാമറ കാണുമ്പോൾ പോലും അവർ പകയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പാരന്റ്സിന് ചിലപ്പോൾ ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്നുള്ളൊരു പകപ്പോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കുന്ന ഒരു ശമ്പലും കാര്യമൊക്കെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ സൈലന്റ് ആയിട്ടുണ്ടാവുക, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഓവർ തിങ്ക് ചെയ്യുക, ഒരു സംഭവത്തിന് ഉൾട്ടയായിട്ട് ചിന്തിക്കുക, ആ ഒരു ചിന്തയായിട്ട് പറയാതെ കണ്ടു എന്ന് സ്റ്റബേൺ ആയിട്ട് സംസാരിക്കുക, അത് റോങ് ആണ്.